നാട്ടിലെ 6 ലക്ഷം ഷിഫ്റ്റ്. നാട്ടിലെ ഷിഫ്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നാണ്. നമ്മളെ ബുർജ് ഖലീഫേൻ്റെ ദുബൈ മാളിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു മില്യനേഴ്സ് നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലുള്ളത്. മിസ്റ്റർ എസ് എം കെ എങ്ങനെയുണ്ട്? പൊളിയല്ല ജോലി? ജസ്റ്റ് ഒന്നുമില്ല, ചില്ലാക്കാൻ വന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബൈ മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് പക്ക ലക്ഷറീസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിലാണ്. ഇവിടെ ഓൺലി മില്യനേഴ്സ് അല്ലാത്തവർക്ക് അലോഡ് ഇല്ല എന്നല്ല, അഫോർഡബിൾ അല്ല, അത്ര എക്സ്പെൻസാണ്. അപ്പോൾ നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ മാത്രമല്ല, നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ 3000 ദിറംസ് എൻട്രി ഫീ. ഓക്കെ, പിന്നെ അത് കൂടാതെ പിന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്. എന്താണ് അഭിപ്രായം? അവിടെ അപ്പാർട്ട്മെന്റ് എടുക്കാണ്ട് എടുക്കും, അത് മതിയല്ലോ. ഓ ധാരാളം. ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബർത്ത്ഡേ പ്രദേശം നടത്തണം. വൈ നോട്ട്. ഇതാ ഇവിടെ ഒന്ന് നീന്തി കുളിക്കണം. എങ്ങനെ? ഇവിടെ ഒന്ന് നീന്തി കുളിക്കണം. നീന്തിട്ട് കുളിക്കണം അല്ലേ? അതും കൂടി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ദുബൈ മാളിനുള്ളിലാണുള്ളത്. അമേസിങ് പ്ലേസ് ആണ്. ഓരോ ആൾക്കാർ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗൈസ്. നോക്കുന്നേ ഷൂവിന്റെ റേറ്റ് ഷൂ കണ്ടില്ലേ? എത്രയാ? 2000 ദിറംസ്. ദാറ്റ് മീൻസ് നാട്ടില് 46,000. കുറവാണ്. 46,000 റുപ്പീസിന്റെ ഷൂ ഇത്. ദുബായിനെ സംബന്ധിച്ചിട്ട് ഇത് എത്രയോ കുറവാണ്. വലിയ വേറെ സാധനങ്ങളുണ്ട്. ആ, 2000 ദിറംസ്. വാവ്, നൈസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് നാട്ടിലൊരു ആൾട്ടോ വാങ്ങാം. ഒരു മാരുതി വാങ്ങാം. ബൈക്സ് ഒക്കെ എടുക്കാം. ബൈക്ക് എടുക്കാം അല്ലേ? നൈസ്. ഈ ഷൂവിന് നാട്ടിൽ RX100 റേറ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ ഈ ഒരു ഗിറ്റാർ കണ്ട്, ഗിറ്റാറല്ല, ഇതിന്റെ ഇലക്ട്രിക് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊരു 50,000 ദിറംസ് ആണ്. 50,000 ദിറംസ് മീൻസ് 50,000 ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 50,000 × 23 ആയിരിക്കും. 11,50,000 11,50,000 ഇന്ത്യൻ റുപ്പീസ്. അതായത് നമുക്കൊരു പോളോ GT TSI എടുക്കാം. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി അമേസിംഗ് ഗൈസ്. ഇത് നമ്മൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ആവശ്യമുള്ള സമയത്ത് തരാം. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾ ഈ സാധനം കണ്ടോ? നാട്ടിലെ 11,50,000 റുപ്പീസാണ് കേട്ടോ. ടോണ്ടച്ചിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗിറ്റാർ ഗൈസ്, ഒരു അടിപൊളി സാധനം കണ്ടിട്ടുണ്ട്, കാണിച്ചു തരട്ടെ. നമ്മളെ സുപ്രീമിൻ്റെ ബൈക്ക് നോക്കിയാൽ ഒരു രക്ഷയില്ല ഗൈസ്, അമേസിങ്. ഓക്കെ, ഏതാണ് സാധനം? ഒക്കെ ദുബൈ മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. സുപ്രീമിൻ്റെ ഒരു ബ്രാൻഡ് ശേഖരണമാണ് കേട്ടോ. ഓ ഗായ്സ്, നിങ്ങളിത് കാണുക. ഇതിൻ്റെ അകത്ത് നമ്മൾ 1 ദിറംസ് ഇട്ട് കഴിഞ്ഞ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ദിറംസ് അല്ല, ഇതിൽ നമ്മൾ 1 ദിറംസ് തന്നെ, 1 ദിറംസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദുബൈയിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. എന്ത്? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോഴും 1 ദിറംസ് ഇട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടൊക്കെ പറ്റുമോ? 1 ദിറംസ് അല്ല, 1 ദിറംസ് ആണ്. ഇത് എത്ര എമൗണ്ട് വെച്ചു മാഡം? എക്സ്ക്യൂസ് മീ, how much is the cost for this machine? Like, okay. What we need to buy? ഈ ഗൈസ്, ഈ ക്ലീനർ വാങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് 1 ദിറംസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. എന്ത്? ഇതിങ്ങനെ കളിച്ചിട്ട് നമ്മളെ പാവക്കുട്ടീനെല്ലാം കിട്ടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള നൈക്കിൻ്റെ ഒറിജിനൽ ഷൂസ്, അതായത് ജോർദാൻ്റെ ഒറിജിനൽ സാധനം. ഈ സാധനം വാങ്ങുക, ഇതിലേക്ക് 1 റുപ്പീസ് ഇടുക, ഇതിങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം സ്വന്തമാക്കാം ഗൈസ്. അമേസിങ്. ആ പറ ഗൈസ്, നിങ്ങളിത് കാണുക.
6 lakhs Indian rupees. 6 lakh Indian rupees. നാട്ടിലെ 6 ലക്ഷം. ഷിഫ്റ്റ് നാട്ടിലെ ഷിഫ്റ്റാണ് ഗൈസ് ഈ ബാഗ്. എന്നാലും ക്യാമറ ഒന്ന് പിടിച്ച ഞാനൊന്ന് നോക്കട്ടെ. ഗൈസ് ഒരു വെയിറ്റും ഇല്ല, നമുക്ക് ഒരു വിരളം കൊണ്ട് ഇങ്ങനെ പൊന്തിക്കാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണ് പറയുന്നത്? നാട്ടിലെ ഒരു സ്വിഫ്റ്റ് കാറിൻ്റെ പ്രൈസാണ് 6 ലക്ഷം ഇന്ത്യൻ റുപ്പി. റിയലി അമേസിങ് ഗൈസ്. ഇതാ കളവൊന്നല്ല, പ്രൂഫ് ഉണ്ട് കേട്ടോ. 25,000 dirhams. ഗൈസ് നമ്മളെ കാണേണ്ട ആൾക്കാരൊക്കെ കണ്ട് എല്ലാം സെറ്റായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാന്ന്. ഓക്കെ എല്ലാം കഴിഞ്ഞില്ല കണ്ടല്ലോ. ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഒരു കിടിലം ബ്ലോഗ് ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ വരും. ഷോപ്പിംഗ്, അതും ലക്ഷറീസ്, ലൂയി വിറ്റൺ ആൻഡ് സുപ്രീം അങ്ങനത്തെ എല്ലാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാവരും ചെയ്യാം. ഓക്കെ, ബൈ. In the crossfire